യോ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെറ്റപ്പ് ഇന്ന് വ്യത്യാസമാണ്. ഇന്ന് കുറച്ച് റിച്ച് സെറ്റപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നിഖിലേട്ടൻ FRK അണ്ണൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊന്നും കാണിക്കാൻ ഞാൻ അർഹനല്ല. പുള്ളി എനിക്ക് കാണിച്ചതിൽ പുള്ളി ഇന്ന് റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്, ചേട്ടൻ്റെ വലിയ മനസ്സ് കാരണം റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒരു സെക്കൻഡ് നമുക്ക് ഇത് ഡയറക്റ്റ് ചെയ്തത് M. മോഹനൻ. ഞാൻ പേര് കേട്ടിട്ടുണ്ട്, സിനിമ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മഹാസുബേർ വർണ്ണചിത്ര പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പിന്നെ റിട്ടൺ ബൈ രാകേഷ് മന്തോതി രാകേഷ് ആ മച്ചാനാണ് എഴുതിയിരിക്കുന്നത്. എഡിറ്റഡ് ബൈ അവർ ഓൺ രഞ്ജൻ എബ്രഹാം. 2 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. അഭിനയിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. പിന്നെ നമ്മൾ അലബൻസിലൊക്കെ ഉള്ള മച്ചാൻ താഹാത്തൊക്കെ ഉണ്ട്. അലബൻസിൽ തന്നെ ഉണ്ടായിരുന്ന ചിപ്പി ദേവസി സിനിമയിലുണ്ട്. നിഖില വിമൽ, ബാബു ആൻ്റണി, PP കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ, നമ്മുടെ നാദാം കേസോടിലെ വക്കീൽ പുള്ളിക്കാരുണ്ട്, മൃദുൽ നായർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ള ഒരു പടമാണ്. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല ഈ പടം ഞാൻ എൻജോയ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഫണ്ണാണ്, നമ്മൾ കുറേ കണ്ടുവരുമ്പോഴൊക്കെ ഫണ്ണ് തന്നെയാണ് പടം. നമുക്ക് ചിരിക്കാനുണ്ട്, പക്ഷേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയണോ, പൊളിറ്റിക്കലി ടെററായിട്ടുണ്ടെന്ന് പറയണോ, അങ്ങനെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു മിസ്ലീഡിലോട്ടാണ് പടം പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേയൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് എന്തോന്നുണ്ടായിരുന്നു അങ്ങനെ തോന്നും. ചില സാധനങ്ങൾ ഡബിൾ മീനിങ് ആണ് മൊത്തത്തിൽ അവർ ചോക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഒരു ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഇതെന്തു ആടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നും. 1 മാൻ ഷോ ആണ്. വിനീത് ശ്രീനിവാസൻ ഒറ്റയ്ക്ക് പടം കൊണ്ടുപോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിഖില വിമലിൻ്റെ ക്യാരക്ടറാണെങ്കിലും കുറച്ച് റോളേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. ഉള്ള റോള് നമുക്ക് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും, പക്ഷെ ആയിരിക്കില്ലെന്ന് വിചാരിക്കും, പക്ഷെ ആണ്. ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ ഞാൻ ഇതൊന്ന് ഡിസ്ക്ലോസ് ചെയ്ത് പറയുന്നില്ല ഗൈസ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടാലേ എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇന്നലെ പൊന്മ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം ഉണ്ടായത്, ഈ പടം കൊള്ളാം. ഈ പടത്തിൽ ഇപ്പം മുകുന്ദനൂടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ പോലും ഞാനത് എൻജോയ് ചെയ്തു എന്നുള്ള ഇതിന് ശരിയാണ്. ഫുള്ള് ഡാർക്ക് ഹ്യൂമേഴ്സ്, ഒരുമാതിരി ടെറർ ജോക്ക്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തന്നെ ആണെങ്കിൽ ഞാൻ അത് എൻജോയ് ചെയ്തെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഈ പടത്തിൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ്. എനിക്ക് അത് ഏത് രീതിയിലുള്ളൊരു പടമാണെന്ന് പറയാൻ പറ്റുന്നില്ല. കോമഡിയാണ്, കുറച്ച് ഡാർക്കാണ്, എന്നാൽ ചിലവരൊക്കെ എൻജോയ് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഇത് തന്ത വൈബ് പടമായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ അമ്മാവന്മാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. മൊത്തം പഴയകാല ചിന്തകൾ, മറ്റേ പെണ്ണുങ്ങളെ വീട്ടിൽ ഇരുത്തണം, പെണ്ണുങ്ങളെ ജോലിക്ക് വിടരുത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് പടം പോയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടറാണെങ്കിലും, വിനീത് ശ്രീനിവാസൻ്റെ കമ്പനിക്കാരെ ഈ മൃദുൽ നായർ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി കറക്റ്റ് തന്ത വൈബ. ചിലവരൊക്കെ കുറേ പേരൊക്കെ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കി കുറേ ടൈമൊക്കെ എടുത്ത് അങ്ങനെ കെട്ടണം എന്നൊക്കെ പറയും. ഈ പുള്ളിയൊക്കെ ആണെങ്കിൽ നിൻ്റെ കെട്ടെന്ന് കഴിഞ്ഞാൽ പോരാടെ, അതായത് എത്രയും വേഗം ഒന്ന് തീർത്ത് വിടുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ പല എന്താ പറയുക, ഓരോരോ ഇൻഡിവിജ്വൽസിൻ്റെ കുറേ കോൺസെപ്റ്റ്സ് മിക്സ് ചെയ്ത് വന്ന ഒരു സിനിമ, എന്നാൽ കൂടുതലും തന്തവൈബ് തന്നെയാണ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിൽ തിയേറ്ററിൽ പോയി നോക്കുക. ചിലപ്പോൾ ഫാമിലി മൊത്തത്തിൽ അടിച്ചു പൊളിച്ച് കാണുമായിരിക്കും. ചിലവർക്കൊന്നും വർക്കാവില്ല, ചിലർക്ക് ഒട്ടുമിക്കവർക്കും ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് ആർക്കും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ LGBTQ സംതിങ് ആ ഒരു സംഭവത്തിനൊക്കെ കുറിച്ച് പടത്തിൽ ചെറുതായിട്ട് റെഫർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു വിഭാഗം ആൾക്കാർക്കൊന്നും ഒരു രീതിയിലും ഇത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനീത് ശ്രീനിവാസൻ ഷോ പുള്ളി ആയതുകൊണ്ട് പുള്ളീൻ്റെ ആ ഒരു മാനറിസവും ഗസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ വെച്ച് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, എനിക്ക് പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. കുഴപ്പമില്ലാത്തൊരു പടമായിട്ട് തോന്നിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എൻജോയ് ചെയ്തു. കുറേ സിറ്റുവേഷനൊക്കെ ശരിക്കും തുറന്ന് തന്നെ ചിരിക്കുകയൊക്കെ ചെയ്തു. ദാറ്റ്സ് ഓൾ. ബൈ.